കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി സാമ്പത്തിക ഉയർച്ചയുണ്ടാകാൻ എന്തു ചെയ്യണം, ആരെ പ്രാർത്ഥിക്കണം, ഏത് മന്ത്രം ജപിക്കണം എന്നതിനെ പറ്റിയാണ് ഇന്നിവിടെ പറയുന്നത്. സാമ്പത്തിക ഉന്നതി ഉണ്ടാകാൻ എന്തു ചെയ്യണം എന്നറിയാതെ പലരും വലിയ വിഷമത്തിലാണ്. അത്തരം പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക എന്നത്. അസുര രാജാവായ ഹിരണ്യകശിപുവിനെ വധിച്ച ശേഷം കലിയടങ്ങാതിരുന്ന നരസിംഹത്തെ സമാധാനിപ്പിക്കാനായാണ് വരാഹി ദേവി അവതരിച്ചത്. ദേവി ഭഗവാന്റെ മടിയിലിരുന്ന് സമാധാനിപ്പിച്ചു. ഭക്തിയോടെയും പൂർണ്ണ വിശ്വാസത്തോടെയും കൂടി ദേവിയെ പ്രാർത്ഥിക്കുന്നവരെ വരാഹി ദേവി അനുഗ്രഹിക്കും. വരാഹിയുടെ രൂപം ഉഗ്രമാണ്. എന്നാൽ ദേവി ഒരു കുട്ടിയാണ്. എപ്പോഴും തൻ്റെ ഭക്തരോട് സ്നേഹവും വാത്സല്യവും നിറഞ്ഞവളാണ്. പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ ദേവി തൻ്റെ ഭക്തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുമെന്നാണ് വിശ്വാസം. നല്ല ഉദ്ദേശത്തോടുള്ള പ്രാർത്ഥനകളെല്ലാം ദേവി കേൾക്കും. എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യും. വരാഹി മന്ത്രം ജപിക്കുന്നവരുടെ പാതയിലെ എല്ലാ പ്രതിബന്ധങ്ങളും നീക്കുകയും സർവ്വ ഐശ്വര്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും. ദേവി പൂജയ്ക്കായി ചെയ്യേണ്ടുന്നത് എന്താണെന്ന് നോക്കാം. വരാഹി ദേവിയെ പൂജിക്കാനായി പൂജാമുറിയിലോ ശുദ്ധമായ ഏതെങ്കിലും സ്ഥലത്തോ വരാഹി ദേവിയുടെ ചിത്രം വയ്ക്കണം. അതിൽ മാലയിട്ട് അലങ്കരിച്ച് ചുറ്റും പൂക്കൾ വിതറി അലങ്കരിക്കണം. അതിനുശേഷം ഒരു മൺചിരാതെടുത്ത് അതിൽ എള്ളെണ്ണയൊഴിച്ച് ദീപം തെളിയിക്കണം. ദീപം കത്തിക്കാനായി കടും നീല നിറത്തിലുള്ള തുണിയെടുത്ത് അതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം ചതുരാകൃതിയിൽ മുറിച്ചെടുക്കുക. ഇതിലേക്ക് വെളുത്ത എള്ള് 3 നുള്ള് ഇടണം. ഇത് ഒരു കിഴി പോലെ കെട്ടി ഈ കിഴി മൺചിരാതിൽ ഒഴിച്ചിരിക്കുന്ന എള്ളെണ്ണയിൽ വെച്ച് ദീപം തെളിയിക്കുക. ദീപം കത്തിക്കാനായി എടുക്കുന്ന തുണി ശുദ്ധമായതായിരിക്കണം. പഴയ വസ്ത്രമാണ് എടുക്കുന്നതെങ്കിൽ അത് വൃത്തിയായി കഴുകി മഞ്ഞൾ വെള്ളത്തിൽ മുക്കി വെയിലത്ത് ഉണക്കി വേണം എടുക്കാൻ. അതല്ല പുതിയത് വാങ്ങി ഉപയോഗിക്കുകയാണെങ്കിലും കഴുകി ഉണക്കി വേണം ദീപം കത്തിക്കാനായി ഉപയോഗിക്കേണ്ടത്. വരാഹി ദേവിക്ക് ഇഷ്ടമുള്ള നിവേദ്യങ്ങളും വെച്ച് പ്രാർത്ഥിക്കാം. മരച്ചീനി വരാഹി ദേവിക്ക് ഇഷ്ടമുള്ള നിവേദ്യമാണ്. മരച്ചീനി വയ്ക്കുന്നതിലൂടെ ദേവിയെ പെട്ടെന്ന് പ്രീതിപ്പെടുത്താം. വരാഹി ദേവിയെ പ്രീതിപ്പെടുത്താൻ എല്ലാ ശനിയാഴ്ചയും ഈ പൂജ നടത്താവുന്നതാണ്. രാവിലെ 6 മുതൽ 7 വരെയും രാത്രി 8 മുതൽ 9 വരെയും ഈ പൂജ ചെയ്യാവുന്നതാണ്. 8 ശനിയാഴ്ച ഇങ്ങനെ തുടർച്ചയായി പൂജ ചെയ്യണം. വീട്ടിലിത് ചെയ്യാൻ കഴിയാത്തവർക്ക് അടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലും ഈ പൂജ ചെയ്യാവുന്നതാണ്. പൂജ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ നല്ല കാര്യങ്ങളെ ആകർഷിക്കും. ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ തന്ന് അനുഗ്രഹിക്കും. നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ശത്രുക്കളുണ്ടെങ്കിൽ ഈ പൂജ ശത്രുത ഇല്ലാതാക്കും. വരാഹി ദേവി മാനസിക ശക്തി നൽകുകയും കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കുകയും ജീവിതത്തിൽ കൂടുതൽ സമ്പത്ത് നൽകുകയും ചെയ്യും. വരാഹി ദേവിയെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പണത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുന്നതായി കാണാൻ കഴിയും. വരാഹി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ തന്നെ നമ്മെ അലട്ടുന്ന മറ്റെല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമാകും. വരാഹി ദേവി മന്ത്രം 108 തവണയെങ്കിലും ജപിക്കുന്നത് ഉത്തമമാണ്. സമയമില്ലാത്തവർ കുറഞ്ഞത് 3 തവണയെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. വരാഹിയെ ആരാധിക്കുമ്പോഴോ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴോ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ്. വരാഹി ദേവിയെ പൂജിക്കുമ്പോൾ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തന വസങ്കരീ ദാനം വർഷയ സ്വാഹ. ഓം ക്ലീം വരാഹമുഖി ഹ്രീം സിദ്ധിസ്വരൂപിണി ശ്രീം തന വസങ്കരീ ദാനം വർഷയ സ്വാഹ. ഇതാണ് വരാഹി ദേവിയുടെ മൂലമന്ത്രം. ഈ മന്ത്രം ജപിച്ച് വരാഹി ദേവിയെ പൂജിക്കാവുന്നതാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിച്ചാൽ വളരെ വേഗം ഫലമുണ്ടാകും. ദേവി
ക്ഷിപ്രപ്രസാദിയാണ്. ദേവിയെ പൂർണ്ണ മനസ്സോടും ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടും പ്രാർത്ഥിക്കുന്ന ഭക്തരിൽ ദേവി വളരെ വേഗം പ്രസാദിക്കും.